350 കല്യാണാലോചനകൾ. അതേ ഗൈസ്, നമ്മൾ വീഡിയോ ചെയ്ത പ്രിൻസ് തോമസ്, പത്തനംതിട്ടയുള്ള KSRTC ഡ്രൈവറായ പ്രിൻസ് തോമസ് എന്ന് പറഞ്ഞ പ്രിൻസ് ഏട്ടന്റെ വീഡിയോ ചെയ്ത് ഓർമ്മ ഉണ്ടാവും. ഒരുപാട് വ്യൂ ഒക്കെ കിട്ടിയ വീഡിയോ കേട്ടോ. ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പല കമന്റ്സും കാര്യമൊക്കെ വന്നിരുന്നു. പുള്ളിക്ക് വന്ന കല്യാണാലോചനകളാണ് 350. പുള്ളി പറയുന്നൊന്ന് കേട്ടോ നിങ്ങള്. എൻ്റെ പൊന്നു ബ്രോയുടെ നാക്കന്ന് പൊന്നായി കേട്ടോ. ഒരു 350 എണ്ണം വന്നു. അതിന്ന് സെലക്ട് ചെയ്ത 2 പേരുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. വീഡിയോ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ വന്ന് വീഡിയോ എടുത്തങ്ങ് പോവും, കാര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരോട്, പല സ്ഥലത്തും പൈസ കൊടുത്ത് കല്യാണം റെഡിയാവാണ്ട് വിഷമിച്ച് നിൽക്കുന്ന നിങ്ങൾക്കിടയിലേക്ക് വീഡിയോ എടുത്ത് കല്യാണം റെഡിയാക്കുക എന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ സംശയദൃഷ്ടിയിലേ നോക്കൂ എന്നുള്ളത് അറിയാം. പക്ഷേ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേ പോവും, കല്യാണങ്ങൾ അങ്ങനെ നടക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനി മടിച്ച് നിൽക്കണ്ട, നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ. 350 എണ്ണമൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ ഒരാളെ ആവശ്യമുള്ളൂ. അപ്പം അത്രയും നമുക്ക് ആലോചന ഇവർ മേലിൽ സെലക്ട് ചെയ്തെടുക്കാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. കേരളത്തിൽ എവിടെയാണെങ്കിലും ഇനി കേരളത്തിന്റെ പുറത്താണെങ്കിലൊക്കെ നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നതാണ്. അതിനൊരു ചെറിയ സർവീസ് ചാർജും ഉണ്ടാവും, അത്രയേ. നമ്മുടെ ബ്രോക്കർ ബ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലും അംസാമിന്റെ വ്ളോഗ് എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലും ബ്രോക്കർ ബ്രോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിലും ഒക്കെ നമുക്ക് വീഡിയോ ഇടാം. ഇനി അതിനൊന്നും താല്പര്യമില്ലെങ്കിൽ ബ്രോക്കർ ബ്രോ എന്ന് പറഞ്ഞ ആപ്പിൽ മാത്രമായിട്ടാണ് നമുക്ക് ആപ്പിൽ മാത്രമായിട്ടും വീഡിയോ എടുക്കാം. വീഡിയോ ചെയ്ത് കല്യാണം നടത്തുക എന്ന് പറയുന്നത് റിസൾട്ടുള്ള കാര്യമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാളെ കണ്ടെത്താനുള്ള ഒരു വഴിയാണിത്. അപ്പം മടിക്കണ്ട, പെട്ടെന്ന് തന്നെ നമ്പറിൽ വിളിച്ചോളൂ.